ഹായ് ഹലോ ചങ്കളെ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടാറ് മീൻകറിയാണ്. മിക്സി വേണ്ട, തേങ്ങ വേണ്ട, അങ്ങനെയുള്ള പരിപാടികളും വേണ്ട. നമുക്ക് അടിപൊളിയൊരു മീൻകറി മുളകിട്ടങ്ങ് വയ്ക്കാം. മുളകിട്ട മീൻകറി നല്ല അടിപൊളി ഐറ്റം. എങ്ങനെയാണെന്ന് നോക്കിയാലോ, പോകാം. അതിനൊരു പാൻ വെച്ചു. പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകിടുക. ചട്ടപടാങ്ങ് പൊട്ടട്ടത്. ആ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറുതായി ചെറിയ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നമുക്ക് ആ ഒരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളെ മുളക്, പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ വീഡിയോയുടെ അവസാനം വരെ കണ്ട് നിങ്ങളുടെ സപ്പോർട്ടും അഭിപ്രായങ്ങളും അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി രണ്ടൊന്ന് വറ്റൽമുളക്, നമ്മൾ ഉണക്ക മുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഉണക്കമുളക്, ഉണ്ടമുളകാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ മസാലയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. മസാല ഇട്ട് കഴിയുമ്പോൾ, അതായത് മസാലപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ തീ കുറച്ച് ഇട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി കുറച്ച് കളറൊക്കെ വരട്ടെന്ന്. മുളകിട്ട കറിയല്ലേ, അപ്പോൾ കാശ്മീരി മുളക് പൊടി. പിന്നെ നമ്മൾ എരിവിനുള്ള മുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. എരിവിനുള്ള മുളക് പൊടി നിങ്ങൾക്ക് എത്ര സ്പൈസി വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഓക്കെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയുടെ കുത്തും പച്ച ചൊവയൊക്കെ മാറുന്നത് വരെ ഈ എണ്ണയിൽ തന്നെ ഇട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ലേശം മല്ലിപ്പൊടി കൂടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. നല്ല ചൂട് വെള്ളം, ആവശ്യത്തിന് വേണ്ടിയുള്ള വെള്ളം. മീൻ എത്ര ക്വാണ്ടിറ്റി അനുസരിച്ച് നോക്കുന്നു, അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ലേശം നമ്മൾ കുടംപുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ കുടംപുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ആ കുടംപുളിയുടെ വെള്ളം കളയണ്ട കേട്ടോ, അതും ഇതിൽ ചേർക്കാം. ഓക്കെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ലേശം ഉപ്പും കൂടെ ഇട്ട് ഈ വെള്ളമൊക്കെ മസാല കൂട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മീനിടാം. ഞാൻ ഇവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേരയാണ്. കേരമീനാണ്, തുണ്ടൻ മീൻ. വലിയ കേരയുടെ പീസ് വാങ്ങി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇവിടെ മസാലയൊക്കെ തിളച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും നമുക്ക് മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കേരമീനാണ്, കേര മുളകിട്ടതാണ് വെക്കുന്നത്. വളരെ ടേസ്റ്റിയുള്ളൊരു മീനാണ്. ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കിക്കുക. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. ചോറിൻ്റെ കൂടെയും, നമ്മളെ കപ്പ പുഴുങ്ങിയോ കപ്പ കറി വെച്ചോ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം. ഇതുപോലെ മീൻ കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ തക്കാളി ഉണ്ടല്ലോ, തക്കാളി നമ്മൾ ആദ്യമേ ചേർത്ത് അതിനെ അങ്ങ് ഉടച്ച് മഷിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തക്കാളി ഞാനിത് മീനിട്ടതിന് ശേഷം തക്കാളി കൂടി സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ്. ചെറിയ ചെറിയ പീസായിട്ടല്ല, സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ മീനൊക്കെ ഒരു തിളച്ചതിന് ശേഷമാണ് ചേർക്കുന്നത്. നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അത് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചെറിയ തിളച്ചതിന് ശേഷം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ആ തക്കാളി കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആ തക്കാളി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ആ തക്കാളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ആ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇനി അതൊന്ന് വെന്ത് വറ്റി വരണം. ആ കറിയൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരത്തേക്ക് നമുക്കിതുപോലെ തിളച്ച് നല്ല രീതിക്ക് വറ്റി വരട്ടെ. നല്ല അടാറ് ടേസ്റ്റുള്ള മീൻ കറിയാണ്. തക്കാളി ഒരുപാട് വെന്ത് ഉടയാതിരിക്കണമെങ്കിൽ ആ ടേസ്റ്റ് നമുക്കെടുത്ത് കഴിക്കാനുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ.
അപ്പൊ ഇതുപോലെ നല്ല രീതി അങ്ങോട്ട് ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി, ആ ചാറൊക്കെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളെ കിണ്ണം കാച്ചി മുളകിട്ട കേര മീൻകറി റെഡിയായി കഴിയും. ഇനി ലേശം കറിവേപ്പില കൂടി അതിന്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ ഒരു മധുരവും നല്ലൊരു ഫ്ലവറും എല്ലാം കിട്ടും. ആ കറിവേപ്പില ടേസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്ക് മീൻ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലെത്തും. അപ്പൊ നമ്മൾ അടിപൊളി ഒരു കേര മുളകിട്ടത് ഇവിടെ റെഡിയായി. അപ്പൊ ചങ്കളെ നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല അടിപൊളി കേര മീനെല്ലാം വെന്തു. ആ തക്കാളിയൊക്കെ ഏകദേശം വെന്തു കഴിഞ്ഞു. ഇനി അത് ഇതുപോലെ നമുക്ക് നോക്കിയെടുക്കാം. അല്ലേ, ആ മീനൊക്കെ വെന്തു, ആ തക്കാളി ആ രൂപത്തിൽ ഉടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വളരെ ടേസ്റ്റിയുള്ള കേര മീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.